അപ്പോൾ ഗൈസ് മുട്ട ഇട്ടു. ഇപ്പം നമുക്ക് സിമ്മിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ടയ്ക്ക് ഈ മസാലയും കൂടി ഉപ്പൊക്കെ ഏതാണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല വീട്ടിൽ തിന്നുള്ളൂ, അതുകൊണ്ട് പരാതി ആരുമില്ല. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണോ. ഗൈസ് ഒന്ന് ഹൈലിട്ടിട്ട് മുട്ടയിലൊക്കെ ഈ മസാല പിടിക്കുന്നവരൊന്ന് ഹൈലിട്ട് ഇളക്കി കൊടുക്കണോ. അപ്പോൾ ഗൈസ് നമ്മുടെ ന്യൂഡിൽസ് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുറത്തേക്കൊന്ന് പോകണ്ടിടണം. അപ്പം ഞാൻ ഇനിയും പറയാണ്, പാചകം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഗൈസ് അടുക്കളയിൽ നിൽക്കുന്നത് അത്രയ്ക്കും എളുപ്പ പണിയല്ല കേട്ടോ. അമ്മമാര് പണി ജോലി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കര എളുപ്പമായിരിക്കുന്നു. ഇപ്പൊ ഇത്തിരി നേരം അടുക്കളയിൽ നിന്നപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അവരെ ബുദ്ധിമുട്ട് എനിക്കിപ്പോ മനസ്സിലായിട്ടോ. അപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ട് ബാക്കി വിശേഷം കാണിക്കാട്ടോ. അപ്പൊ ഗൈസ് ഇളക്കലെന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അടുക്കളയിലെ പോരാളി ആയ എൻ്റെ അമ്മേനെ തന്നെ ഞാൻ വിളിച്ച് ഇളക്കിപ്പിച്ചു. ഗൈസ് ഇനി നന്നായിട്ട് ഇത്തിരി സിമി തന്നെ ഇട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ന്യൂഡിൽസ് റെഡി ആയിട്ടോ. നമ്മളെ ഒരു പേരിന് ഞാൻ ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും മേള് ഇങ്ങനെ ഇവര് ഭയങ്കര വിശന്നിട്ട് വയ്യാന്ന് ഞാൻ വാരി തന്നെ കൊടുക്കാം. ഞാൻ തന്നെ കൊടുക്കാം. എങ്ങനെയുണ്ട് ഐറ്റം? ഞാൻ നോക്കട്ടെ അടുത്തത്. പൊളി സാധനം. അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ മസ്റ്റ് ട്രൈ ആണ് സാധനം. അപ്പം